ചിലപ്പോൾ നിറ കണ്ണുകളോട് കൂടി. അപ്പം ഞാൻ കണ്ട പോലെ തന്നെയായിരിക്കും ഈ ഒരു റീല് നിങ്ങളും കണ്ടത്. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടിയാണല്ലോ ജീവിച്ചത്, എൻ്റെ അപ്പൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും നവമാധ്യമങ്ങളൊക്കെ എന്നെ കുറ്റം പറഞ്ഞപ്പോൾ ആ അപ്പ മാത്രം എന്നെ കുറ്റം പറഞ്ഞില്ലല്ലോ, ആ അപ്പ എന്നെ കൂടെ നിർത്തിയല്ലോ, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ആ അപ്പൻ ഞാൻ കാരണം ഇന്ന് ഭൂമിയിൽ ഇല്ലല്ലോ എന്നോർത്ത് ചിലപ്പോൾ പൊട്ടിക്കരയുന്ന ഒരു ഷൈൻ ടോം ചാക്കോയായിരിക്കും നിങ്ങൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു 10 വർഷം മുമ്പ് ആണ് എനിക്ക് തോന്നുന്നു സിന്തറ്റിക് ഡ്രഗ്സുമായിട്ട് ഷൈൻ ടോം ചാക്കയെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പൊട്ടിക്കരയുന്ന ഒരു അപ്പനുണ്ടായിരുന്നു അവിടെ. ഷൈൻ ടോം ചാക്കോയുടെ അപ്പൻ ചാക്കോ ചേട്ടന്. ആ അപ്പൻ്റെ മുഖം കണ്ടപ്പോൾ അന്ന് ഷൈൻ ടോം പുള്ളി ചിന്തിച്ച് കാണുമായിരിക്കും, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് തിരിച്ചു വരണം, എനിക്ക് ഡ്രഗ്സ് ഉപയോഗിക്കാതിരിക്കണം, എൻ്റെ കരിയർ ഒന്ന് കെട്ടിപ്പടുക്കണം, എനിക്ക് എൻ്റെ ഫീൽഡിലേക്കൊന്ന് തിരിച്ചു വരണം. പലപ്പോഴും നവമാധ്യമങ്ങളും സാറ്റലൈറ്റ് ചാനലുകളും ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമന്റുകളൊക്കെ ഇടുകയാണ് ഷൈൻ ടോം ചാക്കോയെ കുറിച്ച്. അയാൾ ഡ്രഗ്സ് ആണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂകളിലും സമ്മതിക്കുകയാണ് ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന്. എന്നാലും അദ്ദേഹത്തിന്റെ അപ്പൻ തയ്യാറാകുന്നില്ല. ഒരു അപ്പന്റെ സ്നേഹമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയാതിരിക്കും ഇദ്ദേഹം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന്. എങ്കിലും അദ്ദേഹം പറയുകയാണ്, അല്ല, എൻ്റെ മകൻ ഡ്രഗ്സിന് അഡിക്റ്റ് അല്ല എന്ന്. ഇതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ്, ഈ ഫ്ലാറ്റിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുന്നു, പോലീസ് പുറകെ വരുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, ഭയങ്കര വിവാദമാകുന്നു ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പോഴും അദ്ദേഹത്തിന്റെ പിതാവ് പറയുകയാണ്, എൻ്റെ മകൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന്. ആ അപ്പൻ അറിയാം എൻ്റെ മകൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്ന്. അവനെ കേരളത്തിൽ ഒരിടത്ത് ചികിത്സയിലാക്കുന്നു. പെട്ടെന്ന് ഒരുപാട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാൾ പെട്ടെന്ന് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടൊരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല. ഇത് നിർത്തിയാൽ പോലെ നല്ല, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ക്രേവിങ്സ് കിടപ്പുണ്ട്. അപ്പം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട്, അതായത് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. കൂടെ അനിയച്ചാരുമുണ്ട്, ആ കുടുംബവുമുണ്ട്. അനിയൻ ജോലിയായിരുന്നു ബാംഗ്ലൂരിൽ. എന്നാൽ ആ ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ തിരിച്ചു വരികയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടാകുകയാണ്. ആ ആക്സിഡന്റ് ഉണ്ടായ ടൈമിൽ ഇദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു പോവുകയാണ്.